നമ്മളെ ക്ഷേത്ര ആചാരമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഫോക്ലോർ പരമായ ഒരു അന്വേഷണമാണ്. നമുക്ക് ഇനി പറയാനുള്ളത് ക്ഷേത്ര ആചാരങ്ങളിൽ ഉള്ളതാണ്. അതിൻ്റെ കുറച്ച് ചരിത്രപരവും കൂടി ചേർത്ത് കൊണ്ട് നമ്മൾ ഈ അടുത്ത ലക്കത്തിലേക്ക് പോകുന്നത്. സാറേ, നമ്മുടെ ഈ ക്ഷേത്ര ആചാരങ്ങളിൽ ഇന്ന് കാണുന്ന ഒരു ആചാരമാണ് കാവടി. നമുക്ക് കാണുമ്പോൾ വളരെ കഷ്ടം തോന്നും. പക്ഷേ അതായത് ഈ കവിളിലൂടെ ശൂലം കുത്തി ഇറക്കുക, നടത്തിയിട്ട് കുട്ടികളാണ് കൂടുതലും ഉള്ളത്, കുട്ടികൾ തന്നെ ഉള്ളത്. അതിനോട് ബന്ധപ്പെട്ട് ഗരുഡൻ തൂക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ മുതുകിൽ ഈ പച്ച മാംസത്തിൽ കൊളുത്തി ചൂണ്ട കൊളുത്തി ഇട്ട് വെക്കുന്ന സാധനം. ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. കുട്ടികളോട് ചോദിക്കുക ചെയ്യുന്ന ഇതാണ്. പിന്നെ നമ്മൾ കാണുന്നതാണ് ഈ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ടുള്ള തൂക്ക മഹോത്സവം എന്ന് പറഞ്ഞ ആചാരം. ഇതൊക്കെ ഈ ക്ഷേത്ര ആചാരമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യാവകാശ പ്രശ്നമുണ്ട് ഇതിൽ. അതായത് മനുഷ്യൻ്റെ ശരീരത്തിലെ വേദനപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ സ്കിന്നിനെ കൊളുത്തിയിട്ടുന്ന ഗരുഡൻ തൂക്കം എന്ന് പറഞ്ഞ ആചാരം, അത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യത്തിൽ മനസ്സിലാക്കാം. വിശ്വാസമായിരിക്കാം, ഇതായിരിക്കാം. അതുപോലെ കാവടി എന്ന് പറയുന്നത് ഈ സ്കിന്നിൽ ഈ ഇവിടെ നാക്കിൽ വരെ കൊളുത്തുന്ന സാധനമുണ്ട്. കുട്ടികളെ എടുത്തുകൊണ്ട് ഇത്ര ഹൈറ്റിൽ എടുത്തുന്ന കുട്ടികളുടെ ബാലാവകാശത്തിൽ വരുന്ന വിഷയങ്ങളാണ്. പക്ഷെ ആചാരത്തിൻ്റെ പേരിലോ അതിൻ്റെ ആഘോഷങ്ങളുടെ പേരിലോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർഷം തോറും നടക്കാറുണ്ട്. എല്ലാ ആൾക്കാരും അതിൽ പങ്കാളിയാവാറുണ്ട്. ഒരു ക്ഷേത്ര ആചാരങ്ങളിൽ പങ്കാളിയാവുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് ഉണ്ടല്ലോ. ഭരണിപ്പാട്ടിൽ ഈ നമ്മൾ സമൂഹത്തിൽ വിളിക്കുന്ന ചീത്തകൾ ചേർത്തുള്ള ഭരണിപ്പാട്ട് വരുന്നുണ്ട്. അവർക്ക് ഒരു ഫോക്ലോറിസ്റ്റ് ഒരു പ്രഭാഷണത്തിൽ പറയുകയാണ്, ഇതൊക്കെ അനുവദിക്കുക തന്നെ വേണം എന്നാണ്. ഫോക്ലോറിൻ്റെ ഇതിൽ അനുവദിക്കുക തന്നെ വേണം എന്നാണ്. അത് ഓക്കെ. പക്ഷെ നമുക്ക് മനുഷ്യത്വപരമല്ലാത്തോട്ടല്ല മനുഷ്യരെ ബാധിക്കുന്നത് ഈ കുട്ടികളുടെ അവകാശത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെന്നാണ്. ഇതിനെ ഫോക്ലോറിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഇതിൻ്റെ ഈ ലിറ്റിയെ എങ്ങനെയാണ് കാണേണ്ടത്? ഇത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യ ഉൽപ്പത്തി മുതൽ തന്നെ ഈ നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ അറിയാം, സ്വന്തം മകനെപ്പോലും കുരുതി കൊടുത്ത് ദേവപ്രീതി കാണുന്നതിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. അത് നമ്മൾ വെറുതെ ഒരു ബൈബിൾ പ്രസ്താവം എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമില്ല. അന്നത്തെ സമൂഹത്തിന്റെ പ്രതിഫലനം അതിനകത്ത് കാണും. ഇതിന്റെ തുടർച്ചയാണ് ഈ കാണുന്നതല്ല. നരബലി, ഇവിടെ യാഗ സംസ്കൃതി നരബലി ഉണ്ടായിരുന്നു. നരബലി നടത്തേണ്ട നിരവധി ഉദാഹരണം നമ്മളെ കുട്ടനാട് തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ ബണ്ടുറയ്ക്കുന്നതിന് വേണ്ടി അവർണരായ തൊഴിലാളികളെ ബലി കൊടുത്തിരുന്നതായി നമുക്ക് നിരവധി തെളിവുകളുണ്ട്. അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും ശൂലത്തിൽ കുത്തി നിർത്തിയ ബിംബങ്ങൾ വെളിയിൽ പലയിടത്തും ക്ഷേത്രത്തിന് വെളിയിൽ സ്ഥാപിച്ചിട്ടുള്ളതായി നമുക്കറിയാം. അപ്പൊ ഇതെല്ലാം നരബലിയെ കാണിക്കുന്നതാണ്. ഈ നരബലിയുടെ മറ്റൊരു രൂപമാണ് ഈ പറഞ്ഞതുപോലെ എന്താണ് ഗരുഡൻ തൂക്കമായാലും ഈ ശൂല കുത്തിയുള്ള നമ്മുടെ കാവടിയെടുപ്പായാലും ഇതെല്ലാം വരുന്നതുമായി ബന്ധപ്പെട്ട്. യഥാർത്ഥത്തിൽ കാവടി എന്ന് പറയുന്ന ഇതല്ല. കാവിന്റെ അടിയാർ, കാവിലെ പൂജ എന്നുള്ള അർത്ഥമേ അതിനുള്ളൂ. കാവിലെ പൂജ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. കാവിലെ പൂജ എന്ന് പറയുന്നത് ഈ കുറവരുടെ കുറവ സമുദായം. കുറം എന്ന് പറഞ്ഞാൽ കുന്ന് എന്നാണ് അർത്ഥം. കുറത്തിൽ ജീവിക്കുന്ന സമൂഹമാണ് കുറവർ. അവരുടെ ആരാധനാ മൂർത്തിയാണ് മുരുകൻ. സുബ്രഹ്മണ്യനല്ല, മുരുകൻ. സുബ്രഹ്മണ്യൻ എന്ന വടക്കേന്ത്യയിൽ നിന്ന് വന്ന പേരാണത്. മുരുകൻ. ഈ മുരുകനെ പൂജിക്കുന്ന അതിന്റെ അടിയാറാണ് കാവടിയാർ. ആ കാവടിയാറാണ് നമ്മൾ കവടിയാർ എന്നുള്ള പേരിനൊക്കെ, കവടിയാർ കുന്നെന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, തിരുവനന്തപുരത്തെ കവടിയാർ കുന്ന്. കവടിയാർ താമസിക്കുന്ന സ്ഥലമാണ്. അതിന്റെ തൊട്ട് താഴെ കിടപ്പുണ്ട് കുറവൻകോണം. ഇതൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ അയക്കാൻ. അപ്പൊ അതെന്തോ ആവട്ടെ. അപ്പൊ ഈ കാവ് പൂജയിൽ നടത്തിയിരുന്നതാണ് ഇതാണ്. അപ്പൊ ഇവിടെ സ്വയം പീഡിപ്പിച്ച് ദൈവപ്രീതി നേടുക എന്ന് പറയുന്നത്, സ്വയം പീഡിപ്പിച്ച് ഉരുൾ അതിന്റെ ഭാഗമാണ്. ദൈവപ്രീതി കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ, അതായത് പഴയ തപസ്. ഒരു ഉദാഹരണം, ഇത് ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്നുള്ളൊരു തെളിവാണ്. രാവണൻ പണ്ട് തപസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തലയറുത്ത് ഹോമിച്ചു, രണ്ടാമത്തെ തലയറുത്ത് ഹോമിച്ചു, എന്നിട്ടും ദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് അവസാനം സ്വന്തം പ്രധാനപ്പെട്ട തലയറുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ദേവൻ പ്രത്യക്ഷപ്പെടുന്നത്, ഇദ്ദേഹത്തിന് വരങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ശരീരത്തെ സ്വയം പീഡിപ്പിച്ച് ദേവപ്രീതി നേടുന്നതിന്റെ ഒരു പരിച്ഛേദമായിട്ട് നമ്മളത് കാണുന്നു. അപ്പൊ ഇത്തരത്തിൽ ഇത് മനുഷ്യ സഹജമാണ്. അതുപോലെ തന്നെ ബൈബിളില് സ്വന്തം ഫോക്ലോറിന് വല്ല ബന്ധമാണ്.
ഫോക്ലോർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഫോക്ലോറുമായി ഭാഗികമായി ബന്ധമുണ്ട്. ഫോക്ലോർ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അറിവ് മാത്രമല്ല, സമൂഹം നടത്തി വന്ന കാര്യങ്ങൾ എന്നുകൂടി പറയുമ്പോൾ ഭാഗികമായി അതിന് ഫോക്ലോർ എന്ന് നമുക്ക് പറയാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പിൽക്കാലത്തുണ്ടായ കലാരൂപങ്ങളെല്ലാം ഫോക്ലോർ 100% ഫോക്ലോറാണ്. ഒരു ഉദാഹരണമാണ് പടയണി. പടയണിയിൽ കാളി തുള്ളലുണ്ട്, കോലം തുള്ളലുണ്ട്. ഈ തുള്ളൽ എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയുടെ വേഷം കുരുത്തോലയിലൊക്കെ ചെയ്തുകൊണ്ട് കരിയൊക്കെ വേഷമുള്ള തുള്ളൽ എന്ന് പറയുന്നത് ക്ലിയർ ഫോക്ലോറാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കളങ്കാവൽ. കളങ്കാവൽ എന്ന് പറയുന്നത് ദേവിയുടെ ശത്രുവായ ദാരികൻ വരുന്നുണ്ടോ എന്ന് നോക്കാനും, ആ ഭാഗത്തെങ്ങാനും ദാരികന്റെ ആളുകൾ ഉണ്ടോ എന്ന് നോക്കാനും, ഉണ്ടെങ്കിൽ അയാളെ കൊന്നു കുഴിച്ചു മൂടാനും സ്വന്തം പട്ടാളക്കാർക്കും അല്ലെങ്കിൽ സ്വന്തം താവളത്തിനും കാവലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കളിക്കുന്നു. അത് ഒരു സാമുദായിക നാടകമെന്ന് അതിനെ കണ്ടാൽ മതി. അതേപോലെ തന്നെ ദാരികൻ അന്വേഷിച്ചു പോവാണ് ഈ ബലിപ്പുരകളിൽ നമ്മളുള്ള ഈ ബലിപ്പുരകൾ കെട്ടി ദിഗ്ബലി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ യഥാർത്ഥ ബലിയല്ലത്, ഇദ്ദേഹത്തിന് അന്വേഷിച്ചു പോകണം. അതുപോലെ പറണേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? കുന്നിന്റെ മുകളിൽ നിന്നുള്ള യുദ്ധമാണ്. 2 കുന്നുകൾക്ക് മുകളിലുള്ള നിന്നുകൊണ്ടുള്ള അമ്പും വില്ലും അമ്പെയ്ത് കൊണ്ടുള്ള യുദ്ധമാണ്. അപ്പൊ ആക്ച്വലി ഇതൊരു നാടകമായിരുന്നു. ഈ നാടകം കാണാൻ അന്ന് ആളുകൾ കൂടിയിരുന്നു. ക്രമേണ കൊണ്ട് ഈ നാടകത്തിനെ എന്താക്കി ആചാരമായി അനുഷ്ഠാനമാക്കി. അതുപോലെ തന്നെയാണ് നമ്മൾ വേറൊരു കാര്യം ഇതിനകത്ത് രസകരമായ വേറെ സംഭവം ഞാൻ പറയാം. ഭദ്രകാളി നമുക്കറിയാം, ഭദ്രകാളി രൂപപ്പെട്ടത് ശിവന്റെ ജടയിൽ നിന്നാണ്. മറിച്ച് ശിവൻ ഈ ഭദ്രകാളി പാട്ടതല്ല. പാട്ട് കണ്ണകിയുടെ കഥയാണ് പാടുന്നത്. തോറ്റംപാട്ട് കണ്ണകിയുടെ കഥയാണ് അവിടെ പാടുന്നത്, കാളിയുടെ കഥയല്ല. നമ്മളോട് കാളിപ്പാട്ടല്ലത്. ഭദ്രകാളിപ്പാട്ടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ദാരികന്റെയും കണ്ണകിയുടെയും കോവിലന്റെയും കഥയാണ്. കോവിലന്റെയും കണ്ണകിയുടെയും കഥ എന്തിനാണ് ഭദ്രകാളിപ്പാട്ടിൽ പാടുന്നത്? കാരണം അത് ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താൻ പാടുന്നതല്ല, അതൊരു കലാരൂപമായിരുന്നു, ഒരു കഥ പറച്ചിലാണ്. ഇവര് കഥ പറയുന്നില്ല. പാട്ടിന്റെ വരികളിൽ കാളി ഇതൊക്കെ ഉണ്ടല്ലോ സാറേ, ഇഷ്ടം പോലെ. അത് കാളിയെ പൂജിക്കുന്നതാണ്, കാളിയുടെ പ്രീതിക്ക് വേണ്ടി ഇത് പാടുന്നതാണ് പറയുന്നത്. അതായത് ഒരു ഉദാഹരണമാണ് ഈ ഇതുണ്ടല്ലോ, മറ്റേ തിരുമംഗല്യം അതിനകത്ത് വരുന്നുണ്ട്. ഇവരെ കല്യാണ ദിവസമുണ്ട്, കല്യാണ ദിവസം സദ്യ വിളമ്പാറുണ്ട് അവിടെ. അതുപോലെ തന്നെ കോവിലനെ കൊന്നു തോറ്റുന്ന ദിവസമുണ്ട്, അന്നാണ് മൈക്ക് കൊടുക്കൂല, അന്ന് അവിടെ ദുഃഖം ആചരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഇത് ഒരു ഫോക്ലോർ ഘടകമാണ്. ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കോവിലന്റെ കണ്ണകിയുടെ കഥ പറയുന്നു. ഇതൊരു കലാരൂപമാണ്. പണ്ട് വെള്ളനാട്ട് ഒരു 60 കൊല്ലത്തിന് മുമ്പ്, എൻ്റെ വളരെ ചെറുപ്പമായിരിക്കുന്ന കാലത്ത് പ്രായം ചെന്ന സ്ത്രീകൾ ഈ കഥ കേൾക്കാൻ അവിടെ വന്നിരിക്കുമായിരുന്നു. ഇന്ന് മനുഷ്യർക്കാകെ നേരമില്ല ഇത് കേൾക്കാൻ, പഴയ ഭാഷയാണ്, പലർക്കും മനസ്സിലാവില്ല, ആരും പോവാറുമില്ല, എന്നും കേൾക്കുന്നത് വീണ്ടും കേട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഇതിനൊക്കെ അനുഷ്ഠാനവും ആചാരങ്ങളും വിശ്വാസങ്ങളായി പിൽക്കാലത്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോ കാളി നാടകം ഉണ്ട്. പിന്നെ അങ്ങനെ കാളിയുമായി ബന്ധപ്പെട്ട പിന്നെ തെയ്യവും തിറയും നമ്മളതിനെ മലബാറിലത് വളരെ വിശ്വാസപൂർവ്വം ആചാരപരമായി കാണുമ്പോൾ ഇവിടെ കലാപരിപാടിക്ക് വച്ചുകെട്ടി തുള്ളുകയാണ് ചെയ്യും, ഇല്ലേ? തിരുവനന്തപുരം ഓണാഘോഷം തെയ്യവും തിറയൊക്കെ ആടാറുണ്ട്. അപ്പൊ ഇതൊക്കെ കലാരൂപങ്ങളാണ്. ഇതിന് ഒരു ദൈവിക പരിവേഷം പിൽക്കാലത്ത് കൊടുക്കുകയും കേരളത്തിൻ്റെ ഒരു ദേശീയ പിന്നെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് കാളിയായി മാറുകയും ചെയ്തതോടുകൂടിയാണ് ആ കാളിയെ ഭഗവതിയാക്കുകയും ഭഗവതി കാളിയാവുകയും കാളിയാണോ ഭദ്രകാളിയാണോ ദേവിയാണോ ഭഗവതിയാണോ തിരിച്ചറിയാൻ ഒക്കാത്ത രീതി കൂടിക്കുഴഞ്ഞ് ഒരു വല്ലാത്ത രൂപത്തിലാണ് ഇന്ന് കേരളത്തിൽ. അപ്പൊ ഇതിനോട് ഈ ഉരുളുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉരുട്ടുക, ഉരുളുക അത് തന്നെ കുട്ടികളെ ആകുമ്പോൾ ഉരുട്ടിയെടുക്കണം. മുതിർന്നവർ ഉരുളും, സ്വയം ഉരുളാൻ പറ്റും. ഉരുളുക എന്ന് പറയും സ്വയം പീഡനമാണ്. അപ്പൊ ഈ തൂക്കം കുട്ടികളെ എടുത്തുള്ള തൂക്ക മഹോത്സവമുണ്ട്. തൂക്കം കുട്ടികൾ എടുക്കുന്നത് അതിന് അവർ പറയുന്ന അതിന് കഥ വേറൊന്നാണ്. കഥ എന്ന് പറയുന്ന ഉഗ്രരൂപിണിയായ ദാരികനെ കൊന്ന് ഉഗ്രരൂപിണിയായ കാളി വരുമ്പോ, കാളിയുടെ ദേഷ്യം അടങ്ങാതെ വരുമ്പോ കാളിയുടെ മുമ്പിൽ ഒരു കുഞ്ഞായി ശിവൻ അവതരിച്ചു കിടന്നു എന്നും കുഞ്ഞിനെ കണ്ടപ്പോൾ ഭദ്രകാളിയുടെ മാതൃത്വം ഉണർന്നു എന്നും ആ കുഞ്ഞിനെ വാരിയെടുത്തു എന്നും കാളി ശാന്തമായി എന്നാണ് അതിന്റെ പിന്നിലുള്ള കഥ. ആ കഥ എന്തായാലും ഇവിടെ കുട്ടിയെ തൂക്കത്തിൽ ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കറക്കുന്നതിന് കാരണം കുട്ടിക്ക് ധൈര്യം ഉണ്ടാവാൻ എന്നാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മനഃശാസ്ത്രജ്ഞന്മാരല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ
ഈ ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കുട്ടിക്ക് ധൈര്യമുണ്ടാകും. ഓ ശരി. പക്ഷെ വളരെ അപകടമാണ്. വളരെ അപകടകരമായ രീതിയാണ്. അത് മാത്രവുമല്ല ഇപ്പൊ പിന്നെ ഈ ചൂണ്ടയിൽ ഞാൻ പറഞ്ഞ നമുക്ക് നിയമത്തിലെ ഇവിടെ ബാലാവകാശ കമ്മീഷനെ കൊണ്ടിട്ട് പോലും ഇത്തരം ഈ ആചാരങ്ങളോട് ഒരു പറ്റില്ല. നേരെ മറിച്ച് ഞാൻ പറഞ്ഞില്ല, ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു സമരത്തിൽ പങ്കെടുത്താൽ അത് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കും. പക്ഷേ ഇത് ഇത്രയും ഒരു 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 ആചാരത്തിൽ കുട്ടികളുടെ അവകാശത്തെ ലംഘിക്കുന്ന ഒരു ആചാരം വന്നിട്ട് അതിൽ ബാലാവകാശം അത് മാത്രവുമല്ല ഇതിലെ മതത്തിന്റെ മുന്നിൽ മുട്ടിട്ടിറങ്ങുന്ന അധികാരികളെന്നാണ് നമുക്ക്. അതെ അത് ഇപ്പൊ ഉടനെ തന്നെ കൊല്ലംകോട് തൂക്കം എന്ന് പറഞ്ഞാൽ 1500 2000 തൂക്കം. അപ്പൊ അത് കാലത്ത് 8 മുടങ്ങിയ പിറ്റേന്നേരം 24 മണിക്കൂർ കഴിഞ്ഞാൽ തീരൂല. ഇതിന്റെ ഇടയിൽ വ്രതക്കാരൻ പട്ടിണിയിരിക്കണം, കുട്ടികളുടെ ഭക്ഷണം. അപ്പൊ ഇതൊക്കെ പലപ്പോഴും മുടങ്ങാറുണ്ട്, കുട്ടികൾ നിലവിളിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ. താലപ്പൊലി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ താലപ്പൊലി ദൈവത്തിന് വേണ്ടിയോ അല്ല, ഇത് ആദ്യം ചെയ്യും താലത്തിൽ പൊലിക്കുക എന്നുള്ളതാണ്. താലത്തിന്റെ സൗന്ദര്യം, താലം എന്ന് പറഞ്ഞാൽ തട്ടം. ഇത് പിന്നെ സ്ഥാലി എന്നോ മറ്റോ ആണ് അതിന്റെ പേര്, സംസ്കൃതമാണ് പദം. അപ്പൊ ഇതിനകത്ത് രാജാക്കന്മാരെയൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യകാലങ്ങളിൽ താലം എടുത്തത്. അപ്പൊ ഇത് അതിനകത്ത് നമ്മൾ 14-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഉണ്ണൂലി സന്ദേശത്തിലൊക്കെ രാജാക്കന്മാരെ സ്വീകരിക്കാൻ പിന്നെ അർത്ഥനഗ്നകളായ സ്ത്രീകൾ, അവർ മുകളിൽ വിവസ്ത്രരായിരുന്നു, അവർ ഈ താലപ്പൊലിയുമായിട്ട് രാജാവിനെ സ്വീകരിക്കാനും പിന്നെ വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാനും നന്നായിട്ടൊക്കെ അതിനകത്ത് രേഖയുണ്ട്. പക്ഷേ ദൈവങ്ങൾക്ക് താലപ്പൊലിയായി ഉപയോഗിക്കുന്നത് വളരെ പിന്നീടാണ്. അപ്പൊ ദൈവങ്ങൾക്ക് താലപ്പൊലി പണ്ട് ഇങ്ങനെ ചെയ്തതായോ നേർച്ച ചെയ്തതായി പഴയ രേഖകളിലെങ്ങുമില്ല. പക്ഷെ 14-ാം നൂറ്റാണ്ട് മുതൽ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി ഇത് ചെയ്തതായി, രാജാക്കന്മാരെ സ്വീകരിക്കാൻ വേണ്ടി ചെയ്തതായിട്ടുണ്ട്. ഇതിനെ ക്ഷേത്രവുമായി കൂട്ടിച്ചേർക്കാനുണ്ടായി. അതുപോലെയാണ് പൊങ്കാല ക്ഷേത്രവുമായി അതിന് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ലാത്തൊരു സാധനമാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം 2 അയനങ്ങളാണ് നമുക്കുള്ളത്, ഉത്തരായനവും ദക്ഷിണായനവും. അതിൽ ദക്ഷിണായനം തുടങ്ങുന്നത് കർക്കിടകം മുതൽ പിന്നെ ധനുമാസം വരെയാണ്. പഴയ കണക്ക് ചെറിയ വ്യത്യാസമുണ്ട്. മകരം 1 മുതലാണ് സൂര്യൻ ഉത്തരായനത്തിലേക്ക് കിടക്കുന്നത്. ഈ ഉത്തരായനത്തിൻ്റെ പ്രത്യേകത, ഇന്ത്യയും കേരളവും എല്ലാം കിടക്കുന്നത് ഭൂമിയുടെ ഉത്തര ഭാഗത്താണ്. അപ്പോൾ ഉത്തരഭാഗത്തിന് സൂര്യൻ നേരെ വരുന്ന സമയം എല്ലാ ജീവജാലങ്ങളുടെ ഉൽപ്പത്തിക്കും കൃഷിയുടെ വളർച്ചയ്ക്കും എല്ലാ പിന്നെ വിത്തുകളും പഴങ്ങളും പാകമാകുന്നത് സൂര്യനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ തരുന്ന വിഭവങ്ങളെ സൂര്യനെ സ്വീകരിക്കാൻ വേണ്ടി ഉദിച്ചു വരുമ്പോൾ നേദിക്കുന്നതാണ് പൊങ്കാല. സ്ത്രീകളാണ് ചെയ്യേണ്ടത്. സ്ത്രീകൾ എന്താണെന്ന് അറിയാൻ, സ്ത്രീകൾ ഉൽപാദനത്തിന്റെ പ്രതീകമാണ് സ്ത്രീ. ഒരു പുരുഷൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല, പഴയ സങ്കല്പം അനുസരിച്ച് സ്ത്രീയാണ് പ്രസവിക്കേണ്ടത്, അവൾ ഉൽപാദനത്തിന്റെ പ്രതീകമാണ്. അപ്പൊ അതുകൊണ്ട് സ്ത്രീയാണ് ഇത് ചെയ്യേണ്ടത്. എപ്പോ ചെയ്യണം? സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നിവേദിക്കണം. അത് എങ്ങനെ നിവേദിക്കണം? പൊങ്ങി വരണം, പൊങ്കൽ ഉണ്ടാകണം. അതായത് അതിന് അവര് പാലൊക്കെ ഒഴിക്കും, ഇതിനകത്ത് ഈ ചോറിന്റെ കൂടെ പാലൊഴിക്കും. പാലാകുമ്പോ തിളച്ചു മറിയും. അപ്പൊ സൂര്യനെ നിവേദിക്കുന്നതാണ് പൊങ്കൽ. അതാണ് മകരപ്പൊങ്കൽ. മകര സംക്രമത്തിനാണ് സൂര്യൻ ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് അതിന്റെ സങ്കല്പം. വന്ന് ഇതെന്ത് ചെയ്തു? ക്ഷേത്രങ്ങൾ ദത്തെടുത്തു. കർഷകർ ചെയ്തോണ്ടിരുന്നാണ് ഇത്. ബ്രാഹ്മണൻ ചെയ്യില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീയും വന്ന് പൊങ്കാലയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇത് കർഷക സമൂഹം ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ തമിഴ് സ്ട്രീറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, തമിഴ് സ്ട്രീറ്റുകളില് അതായത് ഈ വെള്ളാളര്, ചെട്ടിമാര്, നായിഡു തുടങ്ങിയവർ തിരുവനന്തപുരത്ത് അവരെല്ലാം മകര പൊങ്കാലിടും രാവിലെ. ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. തമിഴ്നാട്ടിൽ ചെന്നാൽ പൊങ്കലിന് 2-3 ദിവസം. അത് ആദ്യത്തെ ദിവസം മകരപ്പൊങ്കൽ, മാട്ടുപൊങ്കലുണ്ട്. മാടുകൾക്ക് വേണ്ടി, കാര്യം കൃഷിയുടെ ഭയങ്കര പിന്നെ ഉപകരണം എന്ന് പറയുന്നത് കന്നുകാലികൾക്ക് മനുഷ്യൻ കഴിക്കുന്ന അതിനും കൊടുക്കും. അതങ്ങനെ തൈപ്പൊങ്കൽ, മകരപ്പൊങ്കൽ, മാട്ടുപൊങ്കൽ, അങ്ങനെ 3 തരം പൊങ്കലുകൾ. ഇവിടെ അതിനെ പൊങ്കാലയാക്കി ക്ഷേത്രം ദത്തെടുത്ത് നട്ടുച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ പട്ടി മൂത്രം ഒഴിച്ചെടുത്ത് വിസർജ്യങ്ങൾ തള്ളിട നടു റോഡിൽ പൊങ്കാലയിട്ട് വെയിൽ കൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ച് ട്രാഫിക് തടസ്സം ഉണ്ടാക്കി പൊങ്കാലയാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു നിയന്ത്രണം വരേണ്ടത് ആരോട് പറയാം. അതെ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. ഓക്കെ, തീർന്നു.